ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ആപ്പിൾ വെച്ചിട്ട് അടിപൊളിയൊരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആപ്പിൾ ജ്യൂസ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമേ നമ്മൾ ഇതൊന്ന് ചെത്തി അതിനകത്തെ കുരു ഉള്ള ഭാഗം ഒന്ന് കളയുന്നുണ്ട്. അതുപോലെ തൊണ്ടും നമ്മൾ ചെത്തി കളയുന്നുണ്ട്. വേണമെങ്കിൽ തൊണ്ടെടുക്കാവുന്നതാണ്, പക്ഷെ നമ്മളിന്നിവിടെ തൊണ്ടെടുക്കുന്നില്ല. മുഴുവനായിട്ടൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഇത് ആപ്പിളെല്ലാം തൊണ്ട് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ലപോലെ അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇത്രയാണ് നമുക്ക് അരിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ ആണെങ്കിലും മതി. കാരണം നല്ല മധുരമുള്ള ആപ്പിളാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ പഞ്ചസാര ധാരാളമാണ്. വീണ്ടും ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി പാൽ ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി അടിച്ച് നന്നായിട്ട് നമുക്കിത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം എന്തോരം നമുക്ക് ജ്യൂസ് വേണം അതിനനുസരിച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് പാല് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി മിക്സിയിൽ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. അടിപൊളി ഒരു സ്മൂത്തിയാണിത്. പെട്ടെന്ന് തന്നെ ദാഹവും വിശപ്പും ഒക്കെ പോകാൻ ഇത് അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. ആപ്പിളൊക്കെ എന്തായാലും സുലഭമായിട്ട് കിട്ടുന്ന സീസണാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും. കൂടെ വേണമെങ്കിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം കൂടി ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഇത് നമ്മുടെ അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.